ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ പറയുന്ന കൊലപാതകം നസീറിന്റേത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഗോപാലകൃഷ്ണനും വിഷ്ണുവും എല്ലാം ഈ കേസിലെ പ്രതികളാണ്. സാർ, എന്നാ പിന്നെ ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യട്ടെ. തൽക്കാലം ഗോപാലകൃഷ്ണൻ അവിടെ നിൽക്കട്ടെ. കൃത്യം നടപ്പിലാക്കിയ ആ വിഷ്ണുവിനെ അങ്ങ് പൂട്ട്. ഒരെല്ലാവന് കൂടുതലാ. ഓക്കെ സാർ. അച്ഛാ, ദാ. എന്താ വേല ഇതാ? ആരാ നിന്നെ ഉപദ്രവിച്ചത്? ഇന്നലെ രാത്രിയിലാണ് സാർ. ആയ കാലത്ത് ഒരുപാട് പേരുടെ കയ്യും കാലും തല്ലി ഓടിച്ചല്ലേ? അതിന്റെ വൈരാഗ്യം ആരെങ്കിലും തീർത്തതാണോടാ? ഇതൊന്നുമല്ല സാറേ. ആരാണെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ പ്രതിയുണ്ട്. പറയടാ, ആരാ നിന്നെ കുത്തിയത്? സാറേ, എന്റെ ഒരു സുഹൃത്തുണ്ട്, ഗോപാലകൃഷ്ണൻ. അയാളും ഞാനും തമ്മില് കുറച്ച് പൈസയുടെ ഇടപാടുണ്ടായിരുന്നു. പങ്കുവച്ചോടല്ലേ? നീ പറ. അപ്പൊ അയാളോട് എന്റെ മോളുടെ കല്യാണ ആവശ്യത്തിനായി കുറച്ച് കാശ് ആവശ്യപ്പെട്ടിരുന്നു. എത്രയാ? ഒരു 10 ലക്ഷം രൂപ. അപ്പൊ ഇത് പങ്കുവച്ചോടോ അല്ലല്ലോടാ, മറ്റെന്തോ വലിയ ബിസിനസ് ആണല്ലോടാ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് പറ, അവൻ പണം തന്നില്ലേ? ഇന്നലെ അവൻ പണം തരുമെന്ന് ഞാൻ വിചാരിച്ചതാ. അതിനു പകരം അവൻ പറഞ്ഞയച്ചത് അവന്റെ ഒരു മരുമോനെയാ. അവൻ പാളയം മാർക്കറ്റിൽ പണ്ടത്തെ ഒരു ഗുണ്ടയായിരുന്നു സാറേ. പേര് വിഷ്ണു. ഇടിവള വിഷ്ണു എന്നാണെന്ന് അവൻ അറിയപ്പെട്ടിരുന്നത്. അവൻ വന്ന് സംസാരിച്ചിട്ട് പോയതിന് ശേഷമാണ് എനിക്കിട്ട് ഈ കുത്ത് കിട്ടിയത്. അവൻ കൂട്ടത്തിൽ കൊണ്ടുവന്ന ഗുണ്ടകളാ എനിക്കിട്ട് ചെയ്ത് ചെയ്തത്. അതുറപ്പാ സാറേ. അതെങ്ങനെ നിനക്കറിയാം? ഒറ്റാൻ എളുപ്പമാ, പക്ഷെ ഒറ്റാനുള്ള ആള് ജീവിച്ചിരിപ്പുണ്ടല്ലേ? പറയടാ, എങ്ങനെ നിനക്കറിയാന്ന്? സംസാരത്തിന്റെ ഇടയ്ക്ക് അവനെ സൂചിപ്പിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപ നിനക്ക് തരാതിരിക്കാൻ വേണ്ടിയാണ് ഗോപാലകൃഷ്ണൻ അയാളുടെ മരുമകനായ ഇടിവള വിഷ്ണുവിനെ വിട്ട് കൊല്ലാൻ ശ്രമിച്ചത് അല്ലേ? അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങൾക്കറിയേണ്ടതേ, ഈ ഗോപാലകൃഷ്ണൻ എന്തിനാണ് നിനക്ക് ഇത്രയും വലിയ തുക തരേണ്ടത്? നിന്റെ കടം മേടിച്ച കാശാണോ? അല്ല. നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചു കൊടുത്ത രൂപയാണോ? അല്ല സാറേ. പിന്നെ എന്തിനാണ് അയാൾ നിനക്ക് ഇത്രയും കാശ് തരുന്നേ? അതൊരു കൊലപാതകത്തിന്റെ പറ. എടാ, ആരുടെ കൊലപാതകം? പറടാ, പറടാ, ആരുടെ കൊലപാതകം? എടാ പറയടാ, ഏത് കൊലപാതകം? ആര് ചെയ്ത കൊലപാതകമാന്ന്? എടാ പറയടാ, പറ വില ഇതാ. പറ എടാ, പറയാൻ. നിങ്ങൾ എന്ത് മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയായി കാണിക്കുന്നേ? ഇയാളൊരു മനുഷ്യനല്ലേ? ഇയാൾ ഛർദ്ദിക്കുന്ന ബ്ലഡ് അല്ലേ? ഇയാൾക്കിപ്പോ നല്ല വിശ്രമമാണ് ആവശ്യം. അല്ല ഡോക്ടർ, മൊഴി. പേഷ്യന്റ് ആദ്യം ഒന്ന് സ്റ്റേബിൾ ആവട്ടെ. ആളുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഇയാളെ തൂക്കിക്കൊല്ലാനോ ശിക്ഷിക്കാനോ ഒക്കെ പറ്റൂ. അല്ല ഡോക്ടർ, ഒരു വൈറ്റൽ ഇൻഫർമേഷൻ ഉണ്ട്, അത് ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയേ പറ്റൂ. അതൊക്കെ പിന്നെ, ആദ്യം രോഗിയുടെ ജീവൻ രക്ഷിക്കട്ടെ. അല്ല ഡോക്ടർ, ഞങ്ങളുടെ ഡ്യൂട്ടി. ആദ്യം നിങ്ങൾ എന്റെ ഡ്യൂട്ടി ഒന്ന് ചെയ്യാൻ അനുവദിക്കൂ പ്ലീസ്. എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? ഇല്ല ഡോക്ടറെ. അതെ, അയാളുടെ ജീവൻ ആപത്തുണ്ട്. ഒരുപക്ഷെ അക്രമി ഇവിടെയും വന്നേക്കാം. നിങ്ങൾ ഇവിടെ ഉണ്ടാവണം, പ്രത്യേകം നിരീക്ഷിച്ചേക്കണം. ഏതോ ഒരു കൊലപാതകത്തിന്റെ രഹസ്യം അയാളിലുണ്ട്. അത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ അവരയാളെ കുത്തിയതും.
ബി കെയർഫുൾ. സർ. ശരി, ഓക്കോ. ആ പറയ്, വേലായുധന്റെ മൊഴി എടുത്തിട്ട് എന്തായി? സാർ, വേലായുധനെ കുത്തിയത് ഗോപാലകൃഷ്ണന്റെ മരുമകനായ വിഷ്ണു തന്നെയാണെന്ന് വേലായുധം പറഞ്ഞു കഴിഞ്ഞു. ഗുഡ്. മറ്റൊന്നുകൂടിയുണ്ട് സാർ. ഒരു 10 ലക്ഷം രൂപ ഒരു കൊലപാതക കേസ് ഒളിപ്പിക്കാൻ വേണ്ടി വേലായുധം ഗോപാലകൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് കുത്ത് നടന്നിരിക്കുന്നത്. ആ പറയുന്ന കൊലപാതകം നസീറിന്റേത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഗോപാലകൃഷ്ണനും വിഷ്ണുവും എല്ലാം ഈ കേസിലെ പ്രതികളാണ്. സാർ, എന്നാ പിന്നെ ഗോപാലകൃഷ്ണനെ അങ്ങ് അറസ്റ്റ് ചെയ്യട്ടെ. തൽക്കാലം ഗോപാലകൃഷ്ണൻ അവിടെ നിൽക്കട്ടെ. കൃത്യം നടപ്പിലാക്കിയ ആ വിഷ്ണുവിനെ അങ്ങ് പൂട്ട്. ഒരെല്ലാവന് കൂടുതലാ. ഓക്കെ സാർ. അല്ല, നീ ഇതുവരെ ഇത് ആർക്കാ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അത് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാ. അയാൾക്കെന്താ പേരില്ലേ? എന്തുറപ്പില്ല ഇത്രയും വലിയ തുക കൊടുക്കുന്നത്? അതമ്മ എന്റെ ഉറപ്പാ. അമ്മ ഒരു ഒറ്റ മാസം അതൊരു കല്യാണക്കാര്യത്തിന് അത് അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ താമസിച്ചു. അപ്പൊ അത് എന്നോടൊന്ന് സഹായിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഒരു പെൺകുട്ടിയുടെ കാര്യമില്ലേ, നമ്മള് എത്രയോ കല്യാണങ്ങളൊക്കെ നടത്തി എത്രയോ പെൺകുട്ടികൾക്ക് മംഗലഭാഗ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാ. ഈ മുന്നിൽ വന്ന് നിന്നിട്ട് ആ അച്ഛനും അമ്മയും പിന്നെ ആ പെൺകുട്ടിയും കരയണ കണ്ടപ്പോ പിന്നെ ഞാൻ കൊടുക്കാൻ അങ്ങോട്ട് ഏറ്റു. ഇനിയിപ്പോ വേറൊന്നും ചോദിക്കാനില്ലല്ലോ. ഇല്ല, മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ദേ, പക്ഷേ ഒരു കാര്യം നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുക. നമ്മൾ നടത്തിയ പെൺകുട്ടികളുടെ കല്യാണം എല്ലാം നമുക്ക് സമ്പത്ത് ഉണ്ടായിരുന്ന കാലത്ത് നടത്തിയതാ. ഇന്ന് ആ സ്ഥിതി അല്ല നമുക്ക്. സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ നെട്ടോട്ടോടുന്ന സമയമാണ് ഇത്. എന്ന് കരുതി മറ്റുള്ളവരെ സഹായിക്കരുത് എന്നല്ല, സൂക്ഷിക്കണം. ഒരു ചതി വന്നാ ഒരുപക്ഷെ നമുക്കതിന്ന് കരകയറാൻ പറ്റിയെന്ന് വരില്ല. കൃത്യം 1 മാസത്തിനകം ഇതെന്നെ തിരികെ ഏൽപ്പിച്ചിരിക്കണം. ഇത് നിന്നെ ഞാൻ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാശാ. എന്റെ കണക്ക് ബുക്കിൽ വക കൊള്ളിക്കാത്ത കാശ്. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, ഇന്ന് എപ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്? അത് പോവാലോ, സമാനുള്ള കാര്യമില്ലേ. ഏയ് വിഷ്ണുട്ടാ, വിഷ്ണുട്ടിന് സമാധാനം ഉണ്ടായേക്കാം, പക്ഷെ എനിക്കുണ്ടാവണ്ടേ? എന്താ മോളെ, ആരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറയുന്നത്? സത്യമേ, ഈ വിഷ്ണുട്ടിന് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. ഇന്നലെ രാത്രി വന്നപ്പോ ആ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു. അപ്പൊ തന്നെ ഡോക്ടറെ കാണാൻ പോവാന്ന് ഞാൻ പറഞ്ഞതാ. എവിടെ കൂട്ടാക്കിയില്ല. ഇന്ന് പോവാന്ന് പറഞ്ഞു. എന്നിട്ട് ദേ രാവിലെ എങ്ങോട്ടോ പോവാൻ ഇറങ്ങുന്നു.